ഹലോ ഗൈസ്, എല്ലാവർക്കും ആർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡ് എന്നുള്ളത് എപ്പിസോഡ് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഓഫ് ക്യാമ്പിൽ ശരിക്കും ഇന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേപ്പറൊക്കെ ഉണ്ട്, ഗ്രൈൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ തന്നെ മുഞ്ചി. അയ്യോ, വില്ലേജറൊന്ന് പറയുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതാ മറ്റേ എന്നാൽ ഇതിന് പറയാ ബോൺവിൽ ഉണ്ടാക്കണല്ലേ, സമ്മാനം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പകുതിയോളം അയൺ ഉണ്ടായിരുന്ന ഞാൻ എടുത്തിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ എഫ് എന്നിട്ട് ഇത്രയുണ്ട്. ഒരു മണിക്കൂർ എഫ് എന്നപ്പോൾ ഇത്രയുണ്ട്. ഒരു മണിക്കൂർ നിന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഇപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം ഒന്നാമത് വില്ലേജറായിട്ട് ചത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തുകൊണ്ടാവാം. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിക്ക് കൊടുത്താൽ മതി, ഒരാൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വീണ്ടും മുഞ്ചി. ഞാൻ റീപ്പർ ഉണ്ടായിരുന്നോ കാര്യമില്ല. നടക്കാറുണ്ട് വില്ലേജർ. ഇപ്പോൾ എന്താ വെങ്കോളം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് സ്പീഡിൽ തന്നെ വർക്കാവുന്നുണ്ട് ആൻഫാമിവിടെ. പിന്നെ ഇവിടുത്തെ കൗകളെ ഞാൻ ലെതർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത്, കാരണം ബുക്ക് കൊടുത്താൽ ഇപ്പോൾ എന്തായാലും ഇത് കമ്പനി തൊട്ട് കൈ വയ്ക്കട്ടെ. ഇതൊക്കെ ഞാൻ ഇതിലെടുത്തേക്കട്ടെ, വെറുതെ ഇൻവെൻട്രിക്ക് മറക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയൊക്കെ ഞാനിനി ഓഫ് ക്യാമറ ഇരുന്നിട്ട് ശരിയാക്കണമായിരിക്കും വൃത്തിയിലും വെടിപ്പിലൊക്കെ. ഇതെന്തായാലും ഞാൻ വന്നുള്ളതെന്ന് വെച്ചാൽ അത് പറയാൻ പറഞ്ഞു, മോബ് ഫാം ഉണ്ടാക്കാനാണ്. മോബ് ഫാം ഇല്ലാണ്ട് നടക്കില്ല ഇനി, നല്ല അത്യാവശ്യമാണ്. കാരണം ഇനി ബോൺവീൽ വേണം. ഷുഗർ കെയിൻ അത്യാവശ്യം പണിയാണ്. ബോൺവീലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാൻ കാണിച്ചു തരാം. പേപ്പർ എടുത്താൽ ഇത് അൺലോക്ക് ആക്കാമെന്ന്. എമറാൾഡ് കിട്ടുകയും ചെയ്യും. ഉണ്ടാവും. ഞാൻ അറിയാണ്ട് മണ്ടത്തരം കാട്ടി ആ വില്ലേജേഴ്സ് എല്ലാവരും ലോക്കാക്കി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്, ഇത് അവർ അൺബ്രേക്കിംഗ് 2 തരണുള്ളൂ. ഇതിനൊക്കെ ചിലപ്പോൾ ഞാൻ കൊല്ലും. എന്നിട്ട് വില്ലേജ് ഇവിടെ അടുത്താണ്, ഇവിടെ അടുത്തൊരു വില്ലേജ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അൺബ്രേക്കിംഗ് 3 ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിനൊക്കെ അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമുക്ക് ഇതാവാ ഫുൾ ഫിറ്റ് അയൺ ആർമറിൻ്റെ ടൂൾസ് ആവാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ മോബ് ഫാം ഉണ്ടാക്കാം, നമുക്ക് അവിടെ തന്നെ ഉണ്ടാക്കാം. ഞാൻ ആദ്യം ആവശ്യമുള്ള റിസോഴ്സസ് ഒക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ആവശ്യമുള്ള കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനും കൂടുതലുണ്ടോ കുറഞ്ഞൊന്നും എനിക്കറിയില്ല. ഇത് മറ്റേ അവിടെ പ്ലെയിൻ മറ്റേ മലക്കിടിച്ച് താഴ്ത്തിയപ്പോൾ കുറേ റിസോഴ്സും കാര്യങ്ങളും കിട്ടി, അതാണിത്. മിക്കവാറും ഞാൻ ഈ ഫാം ഇടുന്നിടത്ത് മാറ്റി എന്നിട്ട് ഓട്ടോമാറ്റിക് ആക്കാൻ നോക്കണം. ഓട്ടോമാറ്റിക് ആക്കേണ്ട ആവശ്യമില്ല. ഈ ഫാമിൻ്റെ ആവശ്യം ഇതോടെ കഴിഞ്ഞ്. പിന്നെ വീറ്റ് ഫാം മാത്രമേ ആവശ്യമുള്ളൂ. വീറ്റ് ഫാമിൻ്റെ ആവശ്യമില്ല നമുക്ക്, ആകെ ഞാൻ ആവശ്യം ഷീപ്പിനെ മാത്രമാണ്. പിന്നെ അടുത്തായിട്ട് ഗോൾഡൻ കാരറ്റ് കഴിക്കാൻ തുടങ്ങാം. എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്ത് തുടങ്ങാനാണ്. ആദ്യം നമുക്ക് 100 ബ്ലോക്കാണ് ടോർച്ച് മാറ്റാം. 100 ബ്ലോക്ക് ഹൈറ്റിൽ ഉണ്ടാക്കുക. 1 2 3 4 ഇതൊന്നും വെച്ച് ചെയ്തിട്ട് ഞാൻ കാണാം. ഇപ്പം എന്തായാലും നമ്മൾ 100 ബ്ലോക്ക് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. 4 ഇവിടെ 1, ഇവിടെ 2 കൂടിയും അടിയിലേക്ക് ഇറങ്ങാനാണ് ടാസ്ക്. ഇവിടെ വെള്ളം ഒഴിച്ച് വെക്കാം ഇപ്പം തന്നെ. അയ്യോ, ഞാൻ മൂഞ്ചി. വാട്ടർ ബക്കറ്റ് എടുക്കാൻ മറന്ന്. എന്തായാലും അടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ചാവും. അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവിടെ 4, ഇനി അങ്ങൻ്റെ 6, ഈ ബ്ലോക്കും കൂട്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ 2 3 4 5 6 റെക്കോർഡാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ ഇത്ര കഷ്ടപ്പെട്ടപ്പോൾ വെറുതാവൂലേ? നിങ്ങളെ സപ്പോർട്ട് ഇനി വേണം. ഒരു 50 സബ്സ്ക്രൈബർ ആവാൻ ഇനി ഒരു 3 സബ്സ്ക്രൈബറിന് കൂടി മതി. എല്ലാവരും സപ്പോർട്ട് ചെയ്യും.
ഇനി ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. ചെസ്റ്റ് ഹോപ്പർ ഈ അയം തരില്ലാന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും പറ്റുന്ന നോക്കട്ടെ. എന്തായാലും അടിഞ്ഞ് വാട്ടർ റോക്കറ്റ് എന്തായാലും ഇട്ട് ചാവും ഞാൻ ഉറപ്പാ. ഉണ്ടാക്കി വാട്ടർ റോക്കറ്റ് ഉണ്ടാക്കി ഇപ്പം തന്നെ കൈ പിടിച്ചേക്കാം. ഹോപ്പർ ചെസ്റ്റ് ഉണ്ടാക്കണം ഫസ്റ്റ്. ഒരു ചെസ്റ്റ് ഒരു ഹോപ്പറിന് അത് തേവില്ലാണ്ട് തേവില്ല. 4 ഹോപ്പർ വേണം. എന്തായാലും എടുത്ത് ചാടട്ടെ. ഞാൻ തിരിച്ച് മെനക്കെത്തിട്ടുള്ളത് കാണിക്കാം. ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റാക്കാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ദൂരത്തു നിന്നാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് സ്പോൺ ആയ സ്ഥലം ഉണ്ടാവില്ല, അവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്. വെറുതെ കഴപ്പ് കാണിച്ചാണ് ഞാൻ. ഇതിൽ ബെഡ് ഉണ്ടായിരുന്നു, അതിന് വെച്ച് പോയി. ഇപ്പം എന്തായാലും ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കണത് 200 ദിവസം നമ്മൾ കഴിഞ്ഞിപ്പോൾ 201. 201 എന്തായാലും നേരെ അങ്ങോട്ട് പോവുക. പയ്യനൊന്നും വീട്ടിലുണ്ടാവില്ല. അപ്പം ഞാനടുത്ത് മറിച്ച് ആവശ്യമുള്ളപ്പോൾ മിക്ക എൻചാൻറ്റിങ്ങും ഇപ്പോൾ നമ്മളതിലുണ്ട്. നമുക്കിനി കുറച്ച് എൻചാൻറ്റിങ് ആവശ്യമുണ്ട്. ത്രോൺസ് പിന്നെ ഫയർ ആസ്പെക്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറയണത്. കുറച്ച് വില്ലേജർ ഇതാ ഒരു എമറാൾഡ് ഉണ്ട് അത്യാവശ്യം. പ്രൊട്ടക്ഷൻ 4 കിട്ടി നമുക്ക്. പിന്നെ ഇൻഫിനിറ്റി മെൻറ്റിങ് ഫ്ലെയിം മൾട്ടിഷൂട്ട് വെറുതെ ഞാൻ കണ്ടപ്പോൾ എടുത്താണ്. റോസ് ഞാനൊന്നും യൂസ് ആക്കാനൊന്നും പോണില്ല. റീസ്പോൺ ആവൂലല്ലോ. നോക്കിങ്ങനെ അതിപ്പം വർക്കാവുന്നുണ്ട്. എല്ലാ സാധനങ്ങളും എങ്ങനെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും ഞാൻ തിരിച്ച് മണ്ടക്ക് വലിഞ്ഞ് കയറിയിട്ട് നിങ്ങൾ കാണിക്കുക. എന്തായാലും മേലേക്കെത്തിണ്ട് ഞാൻ. ഇനി 2 ചെസ്റ്റ് അത്യാവശ്യത്തിന് അധികം വേണം. 2 ചെസ്റ്റും ഒരു ഹോപ്പറും ഇനിയും വേണം അല്ലേ. ഇനിയൊരു ഹോപ്പറും കൂടിയും. ഓക്കെ, ഡബിൾ ചെസ്റ്റ് ഇനി അല്ല. ഇനി ഡബിൾ ചെസ്റ്റും ഇവിടെ ഡബിൾ ചെസ്റ്റ് വെക്കുക. 4 ഹോപ്പർ. സ്ലാബ് എടുക്കുക. ഇവിടുന്ന് 3 ബ്ലോക്ക്. ഈ 1 2 3 അത് പിന്നെ ഇവിടുന്ന് സ്റ്റെയർ കേസ് ഇടുക. 1 ഇവിടെ ഇങ്ങനെ വെക്കണം, ഞാൻ മറന്നതാണ്. ഇതിമ്മലാണ് മാറ്റി വെക്കുന്നത്. തല തിരിച്ച് വെക്കണം. ഇവിടെ നിന്നിട്ട് കില്ലിങ് ഏരിയ, എന്നിട്ട് മേലെ കയറട്ടെ. ഇനി ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ 3 ബ്ലോക്കായി. ഈ ഇവിടുന്ന് ടോട്ടൽ 19 ഇവിടുന്ന് ബ്ലോക്ക് മേലേക്ക് വെക്കണം. ഇപ്പം 3 ബ്ലോക്ക് വെച്ചുകൊണ്ട് ബാക്കി 16 ബ്ലോക്ക് മേലേക്ക് വെക്കണം. ഇതിപ്പോൾ 1 ആയി.
ഇതിപ്പോൾ ഒന്നായി. ടോട്ടലിപ്പോൾ 14 4 ബ്ലോക്കായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഞാൻ എന്തൊക്കെ പറയണേ, 4 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി എത്ര ടോട്ടല് 19 ബ്ലോക്ക് വെക്കണം. ബാക്കി എന്തായാലും ഞാൻ വെക്കട്ടെ. ഇപ്പോൾ ഒരു ബ്ലോക്കായി, 2, 3, ഇത് 3ാമത്തെ ലെയറാണ്. ഫസ്റ്റത്തെ 3 ബ്ലോക്ക് നമ്മൾ കൂട്ടണ്ട, പിന്നത്തെ 4ാമത്തെ ബ്ലോക്ക് മുതൽ നമ്മൾ കൂട്ടിയാൽ മതി. 1, 2, 3 കൺഫ്യൂഷനായല്ലോ. ഞാൻ നോക്കിയിട്ട് പോരാ. ഇപ്പം എന്തായാലും ഒക്കെ കിട്ടി. കാരണം ഈ 1ാമത്തെ ബ്ലോക്ക് മുതൽ നമ്മൾ വെക്കേണ്ടത് 19 ബ്ലോക്കാണ്. ഇപ്പോൾ 1, 2, 3, 4, 5, 6 ബ്ലോക്കായി. ഇനിയും നമ്മൾ എത്ര ബ്ലോക്ക് വെക്കണം? ഇനിയും ബാക്കി ഫുള്ള് നമ്മൾ ഇവിടുന്ന് വെക്കേണ്ടത് 19 ബ്ലോക്കാണ്. ഇനിയും വെക്കാണ്ട് കുറച്ച് ബ്ലോക്ക്. 1, 2, 3, 4, 5, 6. അപ്പോൾ ബാക്കി നമുക്ക് ഇനി വെക്കാനുള്ളത് 13 ബ്ലോക്ക് കൂടി മേലേക്ക് വെക്കാണ്ട്. അതും കൂടി ഞാൻ വെച്ചിട്ട് ഞാൻ കാണിക്കാം. നമ്മൾ ടോട്ടല് ഞാൻ ചെസ്റ്റ് വെച്ച് കൊടുത്തത് മുതൽ മേലേക്ക് 19 ബ്ലോക്കാണ്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് 7 ബ്ലോക്ക്. 1, 2, 3, 4, 5, 6, 7. ഇനി 2 ലെയറാണ്. ഇതേപോലെ സ്ലാബാ ഞാൻ വെച്ചവിടെ അല്ലല്ലോ, സ്ലാബാ സ്ലാബല്ല. ഇതേപോലെ ഈ സൈഡിലും ഈ സൈഡിലാക്കണം. ചെയ്തിട്ട് വരാം. കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കോബ്രിസ്റ്റോൺ തെയ്യോന്നാണ് എൻ്റെ ആകെ പേടി. വാട്ടർ ബക്കറ്റ് ഇനിയും എടുക്കേണ്ടി വരും. ഞാൻ അത് ഓർത്തില്ല. എന്നാലും ഇപ്പോൾ സുഖമായി എടുക്കുക. നമുക്ക് ഇവിടെ മതിലുണ്ടാക്കണം. കാണിച്ചു തരാം. എന്തായാലും അടിയത്തെ ആവശ്യമില്ല. 2 ബ്ലോക്ക് ഹൈറ്റിൽ ഇതേപോലെ. എന്തായാലും അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വാട്ടർ ബക്കറ്റാണ്. ഞാൻ എന്തായാലും പോയിട്ട് ഒരു ബക്കറ്റും കൂടെ എടുത്തിട്ട് വരാം. എന്തായാലും ഇവിടെ ഇൻഫിനിറ്റി വാട്ടർ ആക്കിയിട്ടുണ്ട്. എന്തായാലും 2 വാട്ടർ എടുത്തിട്ട് നമുക്ക് മേലേക്ക് കയറണം. ടാസ്ക. എന്തായാലും ഞാൻ വാട്ടറും കാര്യങ്ങളൊക്കെ ട്രാപ്പ് ഡോർ ഉണ്ടാക്കണം. ഇനി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടാവാം. ട്രാപ്പ് ഡോറൊക്കെ ഇഷ്ടം പോലെ വേണം. ഇനി 16 എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും മേലെ പോയിട്ട് നിങ്ങളെ കാണും. എന്തായാലും മേലെ എത്തിണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. ഇവിടുന്നല്ല, നടുവിൽ നിന്ന് എടുക്കുക. ഇവിടെ വെക്കാം. ഇവിടെ ഇപ്പോൾ നടുവിൽ ഇൻഫിനിറ്റി വാട്ടർ ആയില്ലേ. എന്നിട്ട് ഇവിടുന്ന് 2 ബക്കറ്റ് എടുക്കുക. ഇത് എടുക്കുക. എന്നിട്ടിപ്പോൾ ഇവിടെ ഭാഗത്ത് ചാവരുത്. ഇനി ഇവിടെ ട്രാപ്പ് ഡോർ വെക്കുക. ഇത്ര ദൂരം വരൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ വസ്തുതൊക്കെ സെറ്റ്. വെറുതെ അല്ലേ ഇവിടെ ഇൻഫിനിറ്റി വാട്ടർ.
ഇപ്പം റെഡി ഉണ്ടാവും. ഇപ്പോൾ കറക്റ്റ് വെള്ളം കറക്റ്റ്. ഈ ഭാഗത്ത് ട്രാപ്പ് ഡോർ വേണ്ടേ? തുറക്കറി. അയ്യോ ചെത്ത പോലെ. അയ്യോ ഇവിടെ ട്രാപ്പ് ഡോർ വേണ്ടെന്ന് എല്ലാ ഭാഗത്തും ഇതുപോലെ വാട്ടർ ഒഴിക്കട്ടെ. ഞാൻ എന്തായാലും അടിക്ക് വന്നിട്ട്, കാരണം കോബിൾ സ്റ്റോൺ ചെയ്യൂല. എന്തായാലും ഞാൻ കോബിൾ സ്റ്റോൺ കുറച്ച് മൈൻഡ് ചെയ്തെടുക്കേണ്ടി വരും. എന്തായാലും കുറച്ച് കോബിൾ സ്റ്റോൺ ആയിട്ട് ഇങ്ങനെ കാണിക്കാം. ഇതേപോലെ നമുക്ക് 4 സൈഡിലും ചെയ്യണം. ചെയ്തെടുത്ത് വരാം. അപ്പം എന്തായാലും എല്ലാ ഭാഗം വെച്ച് കഴിഞ്ഞ് ആകെ ഇപ്പണി ട്രാപ്പ് ഡോറാണ്. അയ്യോ ഇത് പണി തരും. എത്ര മണിക്കൂർ എന്ന് പറയുന്നത് ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ അടിക്ക് ഇറങ്ങി. ട്രാപ്പ് ഡോർ ഫുള്ള് തീർന്ന്. എൻ്റെ കയ്യിൽ 2 പിക്കാക്സും പൊട്ടിച്ച് കുറേ കോബിൾ സ്റ്റോണും മൈൻ ചെയ്ത് ഇനി ഇതേപോലെ ഒരു ലെയറും കൂടി മേലേക്ക് ഉണ്ടാക്കണം. ഇത്രത്തോളം ഗ്രൈൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ 2 ബ്ലോക്ക് മതിൽ സെറ്റാക്കണം. അത് സെറ്റാക്കിയിട്ട് നിങ്ങൾ കാണിക്കാം. അതിന് മുമ്പ് അപ്പോൾ എടുക്കട്ടെ. അപ്പം എന്തായാലും നമ്മളെ ഫാമും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫാം ഞാൻ ആ ഒരു ലെയർ ഉണ്ടാക്കിയുള്ളൂ. നോക്കട്ടെ ഇത് വർക്ക് ആവേണ്ടോന്ന്. നല്ല വർക്ക് ആവണമെങ്കിൽ നമുക്ക് ഒരു ലെയറും കൂടി ഞാൻ ഓഫ് ക്യാമറ ഉണ്ടാക്കിക്കൊണ്ട് നോക്കാം. ഏറ്റൊരു മൊബൈൽ വന്നില്ലെങ്കിൽ മുഞ്ചി. വന്ന് വരെ ഫസ്റ്റ് തന്നെ വിച്ചാണ് വീണത്. ഞാനത് മേലൊക്കെ വെച്ച് ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കട്ടെ. അപ്പത്തേനും വരും. കുറച്ചെങ്കിലും വരണ്ടാണ്. സൗണ്ട് ഒറ്റം കേൾക്കണ്ട നോക്കട്ടെ. ക്യാമറ വീഡിയോ ആണ് ഫുള്ള് വിച്ചെന്നുള്ള ഉള്ളിൽ. അത് വേണ്ട. ആകെ ഒറ്റ ഫോണായിട്ടുള്ളൂ. ഞാൻ കുറച്ച് നേരം ഒന്ന് ഇവിടെ നിന്ന് നോക്കട്ടെ എന്തെങ്കിലും സ്പോണാവുമെന്ന്. ഇത്ര നേരമായിട്ട് മോബൊന്നും സ്പോണായിട്ടില്ല. ഞാൻ എന്തെങ്കിലും വെച്ച് മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല. ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് ഇപ്പോൾ വരാം. എന്തായാലും വർക്ക് ആവണുണ്ട്. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് എന്തായാലും 2 ലെയർ ആക്കണമായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ് ചെയ്യുക. പുതിയ വീഡിയോ അതുപോലെ എല്ലാവർക്കും ബൈ.